വാർത്തകൾ തുടരുന്നു. ക്യാൻസറിനെ ഓടിത്തോൽപ്പിച്ച തിരുവനന്തപുരം പട്ടം സ്വദേശി തങ്കപ്രസാദ് 70ന്റെ നിറവിൽ. 2 തവണ ക്യാൻസർ ബാധയുണ്ടായതോടെ ഓടാൻ തുടങ്ങിയ തങ്കപ്രസാദിന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ക്യാൻസർ തോറ്റോടി. തൻ്റെ ജീവിതം തിരികെ തന്ന ഓട്ടത്തിനൊപ്പം കവടിയാർ മുതൽ കനകക്കുന്ന് വരെ ഐട്ടൺ റൺസ് ക്ലബിനൊപ്പം ഓടിയാണ് അദ്ദേഹം തൻ്റെ ജന്മദിനം ആഘോഷിച്ചത്. രോഗങ്ങളെ ഓടിത്തോൽപ്പിച്ച തങ്കപ്രസാദിന് 70ാം പിറന്നാൾ. അതും തൻ്റെ ജീവിതം തിരികെ തന്ന ഓട്ടത്തിനൊപ്പം കവടിയാർ മുതൽ കനകക്കുന്ന് വരെ 5 കിലോമീറ്റർ ദൂരം ഐട്ടൺ റണ്ണേഴ്സ് ക്ലബിനൊപ്പം ഓടിയാണ് ഒരു അപൂർവ ജന്മദിനാഘോഷം നടന്നത്. മഹാരോഗം വന്നാൽ അതിനെ ഓടിത്തോൽപ്പിച്ച് ഇങ്ങനെ ഉഷാറായി ജീവിക്കാനാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് SBIയിൽ നിന്നും അസിസ്റ്റന്റ് ജനറൽ മാനേജരായി വിരമിച്ച തിരുവനന്തപുരം പട്ടം സ്വദേശി തങ്കപ്രസാദിന്റെ ജീവിതം. തങ്കപ്രസാദ് ക്യാൻസർ ബാധിതനായിരുന്നു. 2 തരം ക്യാൻസർ കൂടാതെ ഒരു വൃക്കയും നീക്കം ചെയ്തു. ഇന്ന് ക്യാൻസർ മാറി നിൽക്കുകയാണ്. താൻ ഓടാൻ തുടങ്ങിയതോടെ നിൽക്കക്കള്ളിയില്ലാതെ ക്യാൻസറും ഓടിത്തോറ്റെന്നാണ് അദ്ദേഹം പറയുന്നത്. 2 തവണയാണ് ക്യാൻസർ ബാധയുണ്ടായത്. 2013 വൃക്കയിൽ രോഗബാധ, തുടർന്ന് ഒരു വൃക്ക നീക്കം ചെയ്യേണ്ടി വന്നു. തൊട്ടടുത്ത വർഷം പോസ്ട്രേറ്റ് ക്യാൻസർ, 2017 വീണ്ടും പോസ്ട്രേറ്റ് ക്യാൻസർ ബാധിച്ചു. ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എല്ലാവരും അടങ്ങിയൊതുങ്ങി കരുതലോടെ വീട്ടിലിരിക്കുകയാണ് പതിവ്. പക്ഷേ തങ്കപ്രസാദ് ഓടാൻ തീരുമാനിക്കുകയായിരുന്നു. ദിവസവും ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ രാവിലെ 6 മണിക്കെത്തും. 25 റൗണ്ട് ഓടും. ഓട്ടം തുടങ്ങിയപ്പോൾ 10 റൗണ്ട് പോലും പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കുറഞ്ഞത് 25 റൗണ്ട് വരെ ഓടാൻ സാധിക്കുന്നുണ്ട്. 1972 കൊല്ലം ഫാത്തിമമാത നാഷണൽ കോളേജിൽ നടന്ന മാരത്തോണിൽ പങ്കെടുത്ത് 10,000 മീറ്ററിൽ വിജയം നേടിയിരുന്നു. പിന്നീട് കുറച്ചുകാലം ദീർഘദൂര ഓട്ടങ്ങളിൽ പങ്കെടുത്തെങ്കിലും ബാങ്ക് ഉദ്യോഗസ്ഥനായതോടെ ഓട്ടം മറന്നു. വ്യായാമക്കുറവാണ് രോഗത്തിന് കാരണമെന്ന തിരിച്ചറിവാണ് വീണ്ടും ഓട്ടം തുടങ്ങാൻ കാരണം. ചികിത്സിച്ച ഡോക്ടർമാരുടെ അനുമതി കിട്ടിയതോടെ ഓട്ടം പുനരാരംഭിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഒപ്പം ചികിത്സയും തുടർന്നു. മരുന്നും മുടക്കിയില്ല. അങ്ങനെയാണ് ഓടിത്തുടങ്ങിയത്. കഴിഞ്ഞ 11 വർഷമായിട്ട് ഒരു കിഡ്നിയായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് 3 പ്രാവശ്യം ക്യാൻസർ വന്ന് അതിൽ നിന്ന് വിമുക്തി നേടിയിട്ടുണ്ട്. ഞാൻ 2017 തൊട്ട് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ദീർഘദൂര ഓട്ടം പ്രാക്ടീസ് ചെയ്യുകയും ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും ഹയസ്റ്റ് ടൈറ്റിലായ പ്രോക്യാം സ്ലാം ടൈറ്റിൽ ഹോൾഡറും കൂടെയാണ്. ഞാൻ ജനുവരി 17-ാം തീയതി ദോഹ ഇൻ്റർനാഷണൽ മാരത്തോൺ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അവിടെ മാരത്തോണിൽ പങ്കെടുക്കുവാനുള്ള എൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ഡിക്ലെയർഡ് ഇവൻ്റാണത്. ഇപ്പോൾ ആരോഗ്യം മടങ്ങിയെത്തിയിരിക്കുന്നു. ഒപ്പം ആത്മവിശ്വാസവും ഉയർന്നു. ഡൽഹി, ബോംബെ, ബംഗളൂരു, കൽക്കട്ട, കൊച്ചി തുടങ്ങിയ വിവിധ മാരത്തോൺ മത്സരങ്ങളിൽ ഇദ്ദേഹം പങ്കെടുത്തിരുന്നു. കേരള മാസ്റ്റേഴ്സ് മീറ്റിൽ ദീർഘദൂര ഓട്ട മത്സരത്തിൽ സ്വർണവും വെള്ളിയും നേടി. ഫെബ്രുവരിയിൽ ഡൽഹിയിൽ നടന്ന ഫുൾ മാരത്തോണിൽ 42.2 കിലോമീറ്റർ ദൂരമാണ് കീഴടക്കിയത്. കവടിയാറിൽ ഐട്ടൺ റണ്ണേഴ്സ് ക്ലബ് അംഗങ്ങൾക്കൊപ്പമാണ് തങ്കപ്രസാദ് കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിച്ചത്. ആശംസകളുമായി ഐട്ടൺ റണ്ണേഴ്സ് ക്ലബ് അംഗങ്ങളും ഒപ്പം കൂടി. തങ്കപ്രസാദ് ഇന്ന് മറ്റുള്ളവർക്കൊരു മാതൃകയാണ്. നിശ്ചയദാർഢ്യത്തിൻ്റെ മാതൃക. ACV ന്യൂസ്, തിരുവനന്തപുരം.